is going to be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I thank the Lord for giving me another opportunity to come and spend my time here. ഒരു പ്രാവശ്യം കൂടെ ഇവിടെയുള്ള ദൈവമക്കളോട് ചേർന്ന് ഇങ്ങനെ ഒരു സമയം ദൈവം നൽകിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. And as always, it's a blessed privilege to join the saints to remember the Lord Jesus Christ. ഇവിടെയുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാനായിട്ട് ലഭിക്കുന്ന അവസരം വിലയേറിയതായിട്ട് കരുതുന്നു. And last week I was traveling, so I participated in worship with the saints at the Dallas Assembly. കഴിഞ്ഞ ആഴ്ച യാത്രയുടെ മധ്യത്തിലായിരുന്നു ഡാളസിലുള്ള ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാനിടയായി. I bring my greetings from my home church in Philadelphia. ഫിലഡൽഫിയയിലുള്ള ഞങ്ങളുടെ മാതൃസഭയിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ നിന്നുള്ള സ്നേഹാന്വേഷണം നിങ്ങളെ അറിയിക്കുന്നു. For a brief thought, I'd like to turn our attention to Acts 15. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. In verse 5, we see Peter dealing with a problem. We see a sect of Pharisees coming up with an issue. അവിടെ 5-ാം വാക്യത്തില് പരീക്ഷ പക്ഷത്തു നിന്ന് ചിലര് അവിടെ കടന്നു വന്ന് ചില കാര്യങ്ങൾ അവർ പരാതിയായിട്ട് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. നമുക്ക് ആ വാക്യം വായിക്കാം. 5-ാമത്തെ വാക്യം. എന്നാൽ പരീക്ഷ പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. As you read through the portion in about verse 21, the problem is resolved. 21-ാമത്തെ വാക്യം വരെയുള്ള ഭാഗം നാം വായിക്കുമ്പോൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം വന്നതായിട്ട് നാം വായിക്കുന്നു. What struck me as interesting is in verse 11 we see the dispute starts to end. അതിന് 11-ാമത്തെ വാക്യത്തില് ആ പ്രശ്നത്തിന് നമ്മൾ ഒരു പരിഹാരം കാണുവാനായിട്ട് അവിടെ കാണുന്നു. Verse 11 reads, "But we believe that through the grace of our Lord Jesus Christ we shall be saved, even as they." Verse 12 starts with, "Then all the multitude kept silence." 11-ാമത്തെ വാക്യത്തില് കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു എന്ന് വായിക്കുന്നു. അടുത്ത വാക്യത്തില് ജനസമൂഹമെല്ലാം മിണ്ടാതെ ആയി എന്ന് നാം വായിക്കുന്നു. What strikes me as interesting is that even though the context is circumcision, the verse that we start to see the end of that dispute doesn't talk about it at all. ഇവിടെ ഇതിന്റെ പശ്ചാത്തലം പരിച്ഛേദന ഏൽക്കുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിലും അതിന്റെ പരിഹാരത്തോടുള്ള ബന്ധത്തില് ആ വിഷയത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. So then why does Peter think that this is so interesting, so important that he keeps it here? എന്നാൽ പത്രോസ് എന്തുകൊണ്ടാണ് ഈ കാര്യം ഇത്രയും പ്രാധാന്യത്തോടുകൂടെ ഇവിടെ രേഖപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നത്? And in its cumulative effect, we see why does it have this power that it stops the dispute? എന്താണ് ഈ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് മുഖാന്തരമായി തീർന്ന പ്രേരക ശക്തി എന്ന് പറയുന്നത്? Let's look at one more example in Galatians 2. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം. Here a similar issue of circumcision comes up, and now it's Paul talking about it. ഇവിടെയും പരിച്ഛേദനയെ കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് സംസാരിക്കുന്നത്. അവിടെ പൗലോസാണ് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. Verse 12 he brings up a charge against Peter. 12-ാമത്തെ വാക്യത്തില് അവിടെ പത്രോസിനെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 12-ാമത്തെ വാക്യം. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് കൂടെ തിന്നു പോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. And so again Paul is bringing up a problem, but he starts to resolve it, and we see an interesting resolution in verse 16. ഇവിടെ മറ്റൊരു പ്രശ്നം ഇവിടെ പൗലോസ് ഓർപ്പിക്കുകയാണ്. അതിന്റെ പരിഹാരം 16-ാമത്തെ വാക്യത്തില് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. We see he says, "Knowing that a man is not justified by the works of the law, but by the faith of Jesus Christ, even we have believed in Jesus Christ, that we might be justified by the faith of Christ, not by the works of the law, for by the works of the law shall no flesh be justified." എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. Once again, Paul finds it important to include Jesus Christ in his argument against the issue. ഈ പ്രത്യേക പ്രശ്നത്തോടുള്ള ബന്ധത്തില് അതിന്റെ പരിഹാരമായിട്ട് ഇവിടെ പൗലോസ് ആ കാര്യം ഓർപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിനെയാണ് കൊണ്ടുവരുന്നത്. And again, in similarity with the passage before, we see them both pointing to believing in Christ as being important. നേരത്തെ നാം വായിച്ച ഭാഗത്തും ഇവിടെയും അതില് മുഖ്യമായിട്ട് കാണുന്ന വിഷയം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ്. There's no concept of logic here because there's no direct connection between this and the actual topic. ഇവിടെ ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഉള്ള കാര്യമല്ല. എന്നാൽ ഇത് തമ്മിൽ ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ അങ്ങനെ ആ രീതിയിൽ ബന്ധവുമില്ല. Let's look at one more, 1 John. മറ്റൊരു വേദഭാഗം കൂടി നമുക്ക് നോക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 1 John 1 verse 7. അതിന്റെ 1-ാം അധ്യായം 7-ാമത്തെ വാക്യം.
It reads, "But if we walk in the light as He is in the light, we have fellowship with one another, and the blood of Jesus Christ, His Son, cleanses us from all sin." അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. And so here John is talking about fellowship. ഇവിടെ യോഹന്നാൻ കൂട്ടായ്മയെ കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. And in fellowship, he once again brings the conversation of Jesus Christ. ആ കൂട്ടായ്മയെ കുറിച്ച് പറയുമ്പോഴും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ ലേഖനകാരൻ ഓർപ്പിക്കുന്നത്. The reason we've walked through these passages is it strikes me as interesting that in all of these areas, Christ is brought up. നാം ഈ വായിച്ച 3 ഭാഗത്തും കർത്താവായ യേശുക്രിസ്തുവിനെയാണ് അവിടെ മുന്നിട്ട് കൊണ്ടുവരുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നത്. And John helps us understand one reason why he does this. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് യോഹന്നാൻ ഇവിടെ ഓർപ്പിക്കുന്നു. Why Jesus is the forefront of all of their minds. ഈ എല്ലാവരുടെയും മനസ്സിലെ കേന്ദ്ര വിഷയം കർത്താവായ യേശുക്രിസ്തു ആയിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് യോഹന്നാൻ ഇവിടെ പറയുകയാണ്. In 2 verse 2 we see his mindset towards Jesus. ആ 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തില് താൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. He said Jesus is the propitiation for our sins. അവിടെ നാം വായിക്കുന്നു കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു എന്നുള്ളത്. That's why we are here today. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നാം ഇവിടെ ആയിരിക്കുന്നത്. We are both here because we've been saved. നാം രക്ഷിക്കപ്പെട്ടു. And we've come here to remember the death of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ ഓർക്കുവാനായിട്ടാണ് ഇന്ന് രാവിലെ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. And so as a cornerstone, as a foundation of all information, Jesus Christ and His death and His resurrection stands at the bottom of it. നമ്മുടെ എല്ലാത്തിന്റെയും കേന്ദ്ര വിഷയമായിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവും അവന്റെ ക്രൂശ് മരണവുമാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. And it's not a small thing, small act that has happened because both Paul, Peter, and John choose to use it as a foundation for their arguments. ഇത് ഒരു ചെറിയ കാര്യമല്ല. കാരണം പൗലോസും പത്രോസും ഇവിടെ യോഹന്നാനും എല്ലാവരും അവരുടെ ആ പ്രത്യേക ആ കാര്യം സ്ഥാപിക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ആണ് അവർ കൊണ്ടുവരുന്നത്. We see that this is beautiful because as the world seeks fellowship, they will never truly find fellowship unless they have the foundation that is Jesus Christ. ഈ ലോകത്തിലുള്ള ആളുകൾക്ക് ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കാരണം കൂട്ടായ്മയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള ബന്ധമാണ്. When the world seeks to understand right from wrong, trying to understand what is correct, they will not truly find it because they don't have the foundation of the Lord Jesus Christ. ആ ശരിയും തെറ്റും തമ്മിൽ വേർതിരിക്കുവാനായിട്ട് ലോകത്തിന് സാധിക്കില്ല. കാരണം അവർ കർത്താവായ യേശുക്രിസ്തുവിലുള്ള അടിസ്ഥാനത്തിന്മേലല്ല അവരെ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഇടയാകുന്നത്. Such beauty is found in the death and the resurrection. ആ വലിയ മനോഹര കാര്യമാണ് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. We've been blessed to be given another day where we can remember and praise Him. ഒരു ദിവസം കൂടെ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. Let us continue to honor and glorify Him. അവനെ മഹത്വപ്പെടുത്തി നമുക്ക് അവനെ ആരാധിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാണ്. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാണ്.